പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സ്കൂളുകളിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ സംതൃപ്തി വിദ്യാലയം പദ്ധതിയുടെ ഭാഗമായി ശാസനയില്ലാ വാരം സംഘടിപ്പിച്ചു. പത്തനംതിട്ട കോഴഞ്ചേരി കുഴിക്കാല CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതിന്റെ തുടർച്ചയായി കുരുന്നുകൾ സ്നേഹച്ചില്ലകൾ നിർമ്മിച്ചു. ഞാൻ കേരള വിഷയത്തിൽ വരുവാണ്. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇവിടെ ഇങ്ങനെ കോഴഞ്ചേരി കുഴിക്കാല ഞാൻ താഴെ ചെന്നായിരുന്നു. അവിടെ എന്തോ ഈ സ്നേഹച്ചില്ല എന്ന് പറഞ്ഞ് അതെ, നമ്മുടെ സ്കൂൾ ഹൈസ്കൂളിലാണ് നമ്മൾ സ്നേഹച്ചില്ലകൾ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. ഈ ആഴ്ച നമ്മൾ ശാസനയില്ലാ വാരമായിട്ട് ആചരിക്കുകയാണ്. ശാസനയില്ലാതെ കുട്ടികളെ നമ്മൾ വഴക്ക് പറയില്ല, ശാസിക്കില്ല, ശകാരിക്കില്ല. നോ സ്കോൾഡിംഗ് വീക്ക്. നമ്മുടെ വിദ്യാലയം എന്താണ്, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടവാക്കാൻ വേണ്ടി സമ്പൂർണ്ണ സംതൃപ്ത വിദ്യാലയം എന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ തെറ്റുകൾ ഉണ്ടായാൽ അവരെ സ്നേഹപൂർവ്വം മുറിപ്പെടുത്താതെ തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ കുട്ടികൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇടമാക്കി നമ്മുടെ വിദ്യാലയത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ സ്നേഹച്ചില്ലകൾ അല്ലേ? കാണാം സാറേ. ഇതാണ് നമ്മുടെ സ്നേഹച്ചില്ലകൾ. കുഞ്ഞുങ്ങൾ ഒരുക്കുന്ന അവരുടെ ശാസനയില്ലാ വാരവുമായി ബന്ധപ്പെട്ട അവരുടെ അനുഭവങ്ങൾ, അവരുടെ പ്രിയപ്പെട്ടവരെ പറ്റിയുള്ള അനുഭവങ്ങൾ, കുറിപ്പുകൾ, ചിത്രങ്ങൾ, അവരുണ്ടാക്കുന്ന ചിത്രശലഭങ്ങൾ, തുമ്പികൾ, പൂക്കൾ, ഇതൊക്കെ ചേർത്ത് വെച്ച് ഈ സ്നേഹച്ചില്ലയെ ഞങ്ങൾ മനോഹരമാക്കുകയാണ്. അങ്ങനെ വിദ്യാലയം മുഴുവൻ സ്നേഹച്ചില്ലയായി മാറുകയാണ്. ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പളാണ് ജി സാറ്. ഞാൻ ഈ സ്നേഹച്ചില്ലകൾ എന്ന് പറയുന്ന ഈ ഒരു ബോർഡ് കൈമാറി അതിൽ ഞങ്ങൾ തൂക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് തൂക്കാം. അല്ല, അതിനു മുമ്പ് കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകരോട് നമുക്ക് കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് നാളുകളായി ഈ വൈകാരികമായ പ്രക്ഷോഭത്തിൽ കുട്ടികൾ പെട്ടെന്നുള്ള ഒരു തീരുമാനമെടുത്ത് നമുക്ക് പറയാൻ പറ്റാത്ത കാര്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് സമൂഹത്തിനും പ്രത്യേകിച്ച് വിദ്യാലയങ്ങൾക്ക് ഇടയിലും മൊത്തത്തിൽ മാതൃകയാകാവുന്ന ഈ കരുതൽ, ഈ സ്നേഹച്ചില്ലകൾ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി കുഴിക്കാല CMS സ്കൂൾ. സാറേ, സ്കൂളിന് എത്ര വർഷം പാരമ്പര്യം? 172 വർഷം പഴക്കമുണ്ട്. അപ്പൊ ഒരു വിദ്യാലയ മുത്തശ്ശിക്ക് തന്നെ ഈ ഒരു പ്രചോദനം മറ്റുള്ള ഇടങ്ങളിലേക്കും പ്രകാശം പരത്തട്ടെ, സ്നേഹം പടരട്ടെ. എന്നാ സാറേ കൈമാറിക്കട്ടെ സാറേ. ഇത് അങ്ങനെ സാർ ആ സ്നേഹച്ചില്ലകൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലിന് അത് കൈമാറി ആ ചില്ലകളിലേക്ക് മാറ്റുകയാണ്. സാറേ, ഈ ചില്ലകൾ കൊണ്ട് എന്താ സാറേ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചെറുപ്രായങ്ങളിൽ ഉണ്ടാകുന്ന മുറിവുകൾ, അത് അവരുടെ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ അവരെ വേട്ടയാടുകയോ പിന്തുടരുകയോ ചെയ്യും. അത് പരമാവധി സ്കൂള് അത്തരം മുറിവുകൾ കുട്ടികൾക്ക് ഉണ്ടാകാത്ത തരത്തിൽ കുട്ടികളെ തെറ്റ് ചെയ്യുമ്പോൾ അവരെ സ്നേഹത്തോടെ തിരുത്തുക, മുറിപ്പെടുത്താതെ അവരെ തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കുഞ്ഞുങ്ങളെല്ലാവരും പരസ്പരം സ്നേഹം, ബഹുമാനവും കരുതലുമുള്ളവരായി വളരട്ടെ എന്നാണ് നമ്മൾ അതിന് പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ ഈ ഒരു സ്നേഹച്ചില്ലകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ആഴ്ചയിൽ എന്തൊക്കെയാണ് സാറേ ശാസനയില്ലാ വാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ യൂണിഫോം കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവരോട് എപ്പോഴും നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലും കുട്ടികൾ അങ്ങനെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് തന്നെ അവരുടെ യൂണിഫോം ടക്കിൻ ചെയ്ത് ബട്ടൺസ് ഇട്ട് അവരുടെ മുടിയൊക്കെ ചീവി വൃത്തിയാക്കി അവരെ ഡിസിപ്ലിൻഡ് ആക്കാൻ വേണ്ടി ടീച്ചേഴ്സ് ശ്രമിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർക്കൊപ്പം ഇരിക്കുക, അവരോട് ചേർന്ന് പങ്കിട്ട് ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ ഓരോ ഇടങ്ങളിലും അവർക്കൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്കൂൾ നൽകുന്ന ഒരു സന്ദേശം. ഹയർ സെക്കൻഡറിയിലേക്കും വ്യാപിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അടുത്ത വർഷങ്ങളിൽ അതിനുള്ള ശ്രമം ഹയർ സെക്കൻഡറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. കുട്ടികളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുക. കാരണം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് ഇതിന്റെ ഇരകൾ ഏറ്റവും കൂടുതൽ. തീർച്ചയായിട്ടും ഈ പ്രായത്തിൽ അവരെ ചേർത്ത് നിർത്താനും അവരെ സ്നേഹത്തോടെ ഒന്നിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനും ഹയർ സെക്കൻഡറി വിഭാഗത്തിനും കഴിയണം. തീർച്ചയായിട്ടും ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ഒത്തിരി പ്രോഗ്രാംസ് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പിന്നെ അവരുടെ സൗഹൃദ ക്ലബും കരിയർ ഗൈഡൻസും ഒക്കെയായി ഒത്തിരി മേഖലകളിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രവർത്തനം ഞങ്ങൾക്ക് ഹൈസ്കൂൾ വിഭാഗത്ത് നടത്താൻ കഴിയുന്നത് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും കുട്ടികളെ സ്നേഹത്തോടെ ഒരുമിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സ്കൂളിന് കഴിയുന്നത് ഏറ്റവും മറ്റുള്ളവർക്ക് അല്ലെ സമൂഹത്തിന് മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സാറേ, ശാസനയില്ല വാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
സ്കൂളിൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പ്രായോഗികമാകും. അല്ല. അപ്പൊ പ്രത്യേകിച്ച് സാറ് എന്റെയോ സാറിന്റെ കാലഘട്ടത്തില് പഠിയും കൊണ്ട് വരുന്ന ഒരു സാറിനെ നമുക്ക് ഓർമ്മ വരുന്നത്. ഈ ആഴ്ച ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്താണെന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ ടീച്ചേഴ്സ് സഹിതം ഈ ശാസനയില്ലാ വാരം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇത് പ്രായോഗികമാണോ, എങ്ങനെ വഴക്ക് പറയാതിരിക്കും, എങ്ങനെ ശകാരിക്കുക. കുട്ടികളാ അവരുടെ സ്വാഭാവികമായ പ്രകൃതം തെറ്റുകളൊക്കെ ചെയ്യും, കുസൃതികൾ കാണിക്കും, കുറുമ്പ് കാണിക്കും. ഞങ്ങൾ ഇത്തവണ ശ്രദ്ധിച്ചു വെച്ചാൽ ഒരാഴ്ചയാണെങ്കിൽ പോലും ഇത് ഇനി തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം. ടീച്ചേഴ്സും അതിനോടൊപ്പം നിൽക്കും. കാരണം എന്താ അറിയാമോ, കുട്ടികൾ അവരുടെ ഉത്തരവാദിത്വവും അവരുടെ അച്ചടക്ക ബോധവും അവർ സ്വയം മനസ്സിലാക്കി തുടങ്ങുന്നു. അവർ കൂടുതൽ ഉത്തരവാദിത്വമുള്ള കുഞ്ഞുങ്ങളായി മാറുന്നു. അവർ തന്നെ പറയുന്നുണ്ട് തെറ്റ് ചെയ്തിട്ട് അയ്യോ വഴക്ക് പറയാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കില്ല ടീച്ചറെ. ടീച്ചർമാർ പറയുന്നുണ്ട് അല്പം ഷൗട്ട് ചെയ്ത് പോയ അയ്യോ ശാസ്ത്രമില്ലാത്ത വാരമോ മക്കളെ സോറി എന്ന് പിള്ളേരോട് പറയുന്നുണ്ട്. അങ്ങനെ പരസ്പരം ടീച്ചേഴ്സും കുട്ടികളും അവരുടെ ഉത്തരവാദിത്വ ബോധവും അച്ചടക്കത്തെ പറ്റിയുള്ള ജീവിതക്രമത്തെ പറ്റിയുള്ള ശീലങ്ങളും ഒക്കെ സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നുള്ള വലിയൊരു പാഠം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്, സ്വയം മനസ്സിലാക്കുക എന്നുള്ളത്. ഇതിന് നേതൃത്വം കൊടുത്ത കുട്ടികൾ നമ്മുടെ സ്കൂളിന്റെ വൈസ് ചെയർപേഴ്സൺ ആണ് നമ്മുടെ അനഘ സുധി. 10ാം ക്ലാസ്സിലെ കുട്ടിയാണ്, മിടുക്കി കുട്ടിയാണ്. അവൾ അതേപ്പറ്റി പറയും. അനഘ, എന്തൊക്കെയാണ് ഈ ജില്ലകളിൽ കൂട്ടുകാരുമൊത്ത് എഴുതിയിട്ടത്? സാർ ഓരോ ദിവസം ഓരോ അനുഭവങ്ങൾ എഴുതിയിടണമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ ഓർമ്മകളും ഞങ്ങളുടെ ഈ അനുഭവങ്ങളുമാണ് ഈ ചില്ലകൾ എഴുതിയിട്ടത്. എന്തൊക്കെ അനുഭവങ്ങളാന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി എന്തൊക്കെ അനുഭവങ്ങൾ എഴുതിയിട്ടത്? സ്നേഹത്തെ കുറിച്ചുള്ള വാചകങ്ങളും ഞങ്ങളുടെ ഓരോ സ്നേഹങ്ങളും ആ നിമിഷങ്ങളെ പറ്റിയാണ് കൂടുതലും ഇവിടെ എഴുതിയിടാൻ ഇടയായിട്ടുള്ളത്. സാറേ, എന്തൊക്കെയുള്ള വാചകങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ? ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് സ്നേഹത്തെ പറ്റിയുള്ള കവിതകൾ, കുട്ടികൾ തന്നെ എഴുതിയ കവിതകൾ, അവര് വരച്ചുണ്ടാക്കിയ സ്നേഹ ഇലകൾ, സ്നേഹപ്പൂക്കൾ, ഒരു ടീച്ചർ അതിലെ ഒരു കുരുവിക്കൂട്, അമ്മക്കിളിയുടെ കൂട്, ഇതൊക്കെ കുട്ടികൾ വരച്ചും ടീച്ചേഴ്സ് വരച്ചും എഴുതി ചേർത്തും ഈ സ്നേഹച്ചില്ലകൾ അങ്ങനെ മനോഹരമായിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സമൂഹം ഏറ്റെടുത്ത് ഈ ചില്ലകൾ സംസ്ഥാനത്തിന് ഒട്ടാകെ വ്യാപിപ്പിക്കട്ടെ. ആ ചില്ലകളിൽ നിന്നും കൂടുതൽ പ്രകാശങ്ങൾ പ്രക്ഷുബ്ധമാകുന്ന കൗമാര മനസ്സുകളിലേക്ക് ഒരു പൊൻതളിരായി വിടരട്ടെ. അതിന് കുഴിക്കാല CMS സ്കൂൾ ഒരു നിമിത്തമാകട്ടെ. കുഴിക്കാലയിൽ നിന്നും കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.